be the fam, that's what they call me. Promise that you'll never be lonely. Friends, welcome back to my channel. ഞാൻ സിരാൻഷ്യ. ഇന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സായമോളോട് ഷൊർണൂർ ഐക്കോൺസിലേക്ക് ഞങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനും എൻ്റെ കസിനും ഇവിടെ മരത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു 8 മണിക്കാകുമ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അതിന് ക്ഷീണിച്ച് മുട്ടി ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ചുറ്റുപാടും ബാക്കിയുള്ള സ്ഥലങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഐക്കോൺസിൻ്റെ മെയിൻ എൻട്രിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഐക്കോൺസിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സായമോൾക്ക് ന്യൂറോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസബിലിറ്റി കുട്ടികളാണ്. എനിക്ക് അവരെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. അതുകൊണ്ടാണ് അവരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടാവും, വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഡിസബിലിറ്റി കുട്ടികളുടെ മാതാപിതാക്കൾക്കും അവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ. അവർക്കെല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വന്ന് അവർ മൈൻഡ് ഫ്രീ ആവും. കാരണം അത്രയ്ക്കും ചെടികളാണ് അവിടെ, മരങ്ങളും എല്ലാത്തരം വൃക്ഷങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി, പിന്നെ നമ്മൾ ഫിസിക്കൽ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, അങ്ങനെ ഒരുപാട് തെറാപ്പികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും വീടെടുത്ത് നിന്നിട്ടാണ് തെറാപ്പികൾ എല്ലാവരും ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കടക്കാനുള്ള കവാടം. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ കടക്കേണ്ടത് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഒരുപാട് റൂമുകളുണ്ട്. അവരുടെ മാതാപിതാക്കൾക്ക് നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള റൂമുകളാണ് അവിടെ. ഈ അമ്മയാണ് നമ്മളുടെ ഐക്കോൺസ് ഹോസ്പിറ്റൽ ഉണ്ടാക്കാനുള്ള സ്ഥലം കൊടുത്തത്. ഇന്ത്യയിൽ ആദ്യമായും ലോകത്ത് 3ാമതായും കണ്ടുപിടിച്ച ഒരു രോഗമാണ് ബാക്ടീരിയൽ കസിഡിസിൻഡ്രോം. ഈ രോഗം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ബാധിക്കുന്ന അത്യപൂർവ രോഗമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ രോഗം ആദ്യമായി കണ്ടുപിടിച്ചത് ഡോക്ടർ ഹംസ മുള്ളത്ത്. ഈ ഡോക്ടർ നമ്മുടെ ഐക്കോൺസ് ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഡോക്ടറാണ്, നമ്മുടെ സ്വന്തം ഡോക്ടർ ഹംസ മുള്ളത്ത്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. സായമോള് ന്യൂറോ ഡോക്ടറൊക്കെ കാണിച്ച് ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മരത്തുമ്മ കയറി കളിക്കുമ്പോൾ ഇവൾക്കൊരാഗ്രഹം, ഇവൾക്ക് മരത്തുമ്മ കയറുന്നു. നോക്ക് വേണ്ട ചിരിക്കണമൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പായിരുന്നു. ഇവിടെ ഇപ്പോൾ ആകെ ബലം പോയി, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സായമോള് തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. ബലം കൊണ്ട് അവൾക്ക് തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ പീസ് താഴത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവൾ ഇനി മേലേക്ക് പോകണമെന്നാ പറയണേ. അതാണ് അവള് കാട്ടണേ കേട്ടോ. അവള് മേലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കണേ. ഇനി ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുടെ ഐക്കോൺസ് ഹോസ്പിറ്റലിലെ ആ ഗാർഡനിലെ പലതരം ചെടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗാർഡനിലെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ആ ഗാർഡനർ പുല്ല് വെട്ടുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ആ ഗാർഡനോട് ചോദിച്ചപ്പോൾ അവർ ഡെയിലി പുല്ലൊക്കെ വെട്ടിക്കളയാറുണ്ട്. കാരണം അത്രയ്ക്കും പേഷ്യൻസ് ഈ ഗാർഡനിൽ വന്ന് ഇരിക്കാറുണ്ടെന്നാണ് നമ്മുടെ അങ്കിൾ പറഞ്ഞത്. ഇതാ ഹോസ്പിറ്റലിൻ്റെ സ്കൂൾ ബസ്സാണ് കേട്ടോ. ഐക്കോൺസിലെ പാർക്കിൽ ഞാനും സായമോളും കളിച്ചപ്പോൾ സായമോൾക്ക് വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും സായമോളുടെ ഒരു ഹാപ്പിനെസ്. പിന്നെ അവിടുത്തെ ഏകദേശം 30 പേരോളം അവിടെ നമ്മൾ വീടെടുത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഐക്കോൺസ് ഈ പാർക്ക് നിർമ്മിച്ചത് കേട്ടോ.
വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തനായ ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ബൈ.